കഴുത കാമം കരഞ്ഞു തീർക്കും എന്നൊരു പദപ്രയോഗം മലയാളത്തിൽ സർവ്വസാധാരണമാണ്. സ്വന്തം കഴിവുകേടുകൾ മറച്ചുവെക്കുവാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകളുടെ ഒരു പ്രവണതയാണ് ഈ പദപ്രയോഗം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഇതേ ഒരു ശൈലിയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന യുവ രാഷ്ട്രീയ നേതാവാണ് ഡോക്ടർ പി സരിൻ. പി സരിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള എല്ലാ കുറ്റങ്ങൾക്കും കാരണക്കാരൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഇതേ നിലപാട് തന്നെയാണ് തൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് ശേഷം സരിൻ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. തനിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിക്കുവാൻ കാരണമായത് വി ഡി സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഇടപെടലാണ് എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ടാണ്. തനിക്ക് വലിയ അവസരങ്ങൾ നൽകിയ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ഒറ്റ രാത്രിക്ക് സരിൻ CPM കുപ്പായം എടുത്തണിഞ്ഞത്. തലേന്ന് വരെ താൻ ഏറ്റവും അധികം ചീത്ത പറഞ്ഞിരുന്ന വിമർശിച്ചിരുന്ന പിണറായി വിജയനെ ഇതോടുകൂടി കേരളത്തിൻ്റെ രക്ഷകനായി അവതരിപ്പിക്കുക എന്നതായിരുന്നു സരിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തന്നെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടും ആ പരാജയം അംഗീകരിക്കുവാൻ സരിൻ ഇതുവരെയും തയ്യാറായില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും CPMനും ദയനീയ പരാജയമുണ്ടായിട്ടും സഖാക്കളെ പോലെ തന്നെ സരിനും ഇതൊരു പരാജയമാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് എന്നിതുവരെ സമ്മതിച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ ജനപ്രിയനായ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് സരിൻ ഇപ്പോൾ. CPMന് വേണ്ടിയാണ് സരിൻ ഈ വിടുവേലകളൊക്കെ ചെയ്യുന്നത്. MV നികേഷ് കുമാറിൻ്റെ പിൻഗാമിയായി വീഡിയോകളിലൂടെ വി ഡി സതീശനെയും കോൺഗ്രസ് നേതാക്കളെയും നിരന്തരം അധിക്ഷേപിക്കുന്ന CPM സൈബർ പ്രൊഫൈലുകളുടെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു കടന്നൽ രാജയായി മാറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സരിൻ ഇപ്പോൾ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിലായി നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ ക്ണാപ്പൻ എന്ന് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതും ട്രോൾ ചെയ്യപ്പെടുന്നതും ക്ണാപ്പൻ എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹനാകുന്നതും സരിൻ തന്നെയാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് കേരളം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സരിൻ പങ്കുവച്ചിട്ടുള്ള വി ഡി സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വീഡിയോയെക്കുറിച്ചും അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന വിശദാംശങ്ങൾ. ഈ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ നിങ്ങൾ ഓരോരുത്തരും ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് മെറിറ്റ് സീറ്റിൽ പഠിച്ച് MBBS പാസ്സായ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം സിവിൽ സർവീസിൻ്റെ ഭാഗമായി ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവർത്തിച്ചു വരവെയാണ് രാഷ്ട്രീയമാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ് സരിൻ പറയുന്നത്. ഇതോടുകൂടി ഈ ഉയർന്ന ഉദ്യോഗം ഉപേക്ഷിച്ചുകൊണ്ട് സരിൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രം പ്രവർത്തിച്ചുള്ളൂ എങ്കിലും സരിന് കോൺഗ്രസ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം സീറ്റിൽ നിന്ന് മത്സരിക്കുവാൻ അവസരം നൽകി. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 2025 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടിയാണ് സരിൻ കോൺഗ്രസിനോട് പിണങ്ങുന്നത്. യഥാർത്ഥത്തിൽ ക്ഷമാപൂർവ്വം കാത്തുനിന്ന് തനിക്കും ഒരു അവസരം വരുമെന്ന് വിശ്വസിച്ച് കോൺഗ്രസിനൊപ്പം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പി സരിൻ ഇപ്പോൾ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ ഒരു MLA ആയി ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിലും തർക്കം വേണ്ട. എന്നാൽ ഈ ക്ഷമയില്ലാതിരുന്ന സരിൻ അത്യാഗ്രഹം മൂത്ത് രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തുകയും പിണറായിയുടെ തണലിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വളർന്നു കയറാമെന്ന് ദുരാഗ്രഹം ഉണ്ടാകുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ഈ കണക്കൂട്ടലെല്ലാം അമ്പാടെ പാളിപ്പോയതോടുകൂടിയാണ് ഇപ്പോൾ വി ഡി സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പി സരിൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ കുറിപ്പുകളും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്ന വീഡിയോകളുമെല്ലാം ഇപ്പോൾ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. എന്നാൽ പി സരിൻ എത്രമാത്രം അധിക്ഷേപിക്കുന്നുവോ അത്രമാത്രം ആ വീഡിയോ കാണുന്ന ആളുകളെല്ലാം മുഖ്യമന്ത്രിയെ സ്നേഹിക്കുകയും പി സരിനെ വെറുക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി സരിൻ പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോയിൽ വി ഡി സതീശൻ ഒരു ക്ണാപ്പനാണ് എന്ന കണ്ടെത്തലാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഒരു സ്വാതന്ത്ര്യപൂർവ്വകാലത്തെ ഒരു ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥൻ, കേരളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന, മലബാറിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ക്ണാപ്പൻ എന്ന പദപ്രയോഗം ഉണ്ടായതെന്നും തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നാടിനെ പിന്നോട്ടടിക്കുന്ന ഭരണാധികാരികളെ സൂചിപ്പിക്കുവാനാണ് ക്ണാപ്പൻ എന്ന പദപ്രയോഗം നടത്തുന്നത് എന്നുമെല്ലാമുള്ള മേമ്പൊടി ചേർത്തിട്ടാണ് വി ഡി സതീശനെ ക്ണാപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് സരിൻ ഇവിടെ അധിക്ഷേപിക്കുവാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ സരിൻ ക്ണാപ്പൻ എന്ന് വി ഡി സതീശനെ വിശേഷിപ്പിക്കുമ്പോൾ ക്ണാപ്പനായി മാറുന്നത് സരിനാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം സരിൻ്റെ ഓരോ വാക്കുകളും മലയാളികൾ അത്രമാത്രം അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളും എന്നതാണ് യാഥാർത്ഥ്യം. സരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം നിലയില്ലാ കയത്തിൽപ്പെട്ട് ഒരു ട്രോൾ മെറ്റീരിയലായി കേരളമെമ്പാടും പരിഹസിക്കപ്പെടുമ്പോൾ സ്വന്തം ഭാര്യയെ കൊണ്ട് പ്രതികരണം
നടത്തിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്കെതിരെയും കുഞ്ഞിനെതിരെയും സൈബർ ആക്രമണം നടത്തുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് അവരെ മുന്നിൽ നിർത്തി പോരാടി തൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശിഖണ്ഡിയോട് മാത്രമേ അദ്ദേഹത്തെ നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ഒരാളാണ് വളരെ ആർജവത്തോടു കൂടി കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരെ ധൈര്യസമേതം പോരാടുകയും UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ജനങ്ങളേറെ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നത് സ്വന്തം വ്യക്തിത്വമില്ലായ്മയും സ്വന്തം നിലപാടില്ലായ്മയും മറച്ചുവെക്കുവാനായിട്ടാണ്. വ്യക്തിത്വം കൊണ്ടും നിലപാട് കൊണ്ടും മനുഷ്യർക്ക് പ്രിയങ്കരനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ ഇത്തരത്തിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി സരിൻ്റെ ഭാഗത്തു നിന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ടാർണിഷ് ചെയ്യാമെന്നുള്ള ഒരു വ്യാമോഹം മൂലം CPM മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്. പി സരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും തൻ്റെ രാഷ്ട്രീയ പരാജയങ്ങൾക്ക് താൻ ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഉപബോധ മനസ്സിൽ ഈ തിരിച്ചറിവുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഇത് പരസ്യമായി അംഗീകരിക്കുവാൻ വലിയ മടിയുണ്ട്. അതുകൊണ്ട് തന്നെ CPM ആണ് ശരി, താനാണ് ശരി എന്ന വാദമുഖം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെയും UDFനെയും താറടിച്ച് നാളുകളിൽ രാഷ്ട്രീയ വിജയം ഉണ്ടാക്കാമെന്നുള്ള വ്യാമോഹവുമായിട്ടാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരാഗ്രഹം അയാൾക്കുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയായിരിക്കണം പി സരിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏറ്റവും നിലവാരം താഴ്ന്ന അന്തം കമ്മികളെ പോലെ രാഷ്ട്രീയ എതിരാളികളെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി എന്ത് വ്യാജ പ്രചരണവും നടത്തുവാൻ മടിയില്ലാത്ത ഒരു നിലയിലേക്ക് സരിനും അധപ്പതിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ MBBS ബിരുദധാരിയായിട്ടുള്ള മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെത്തുമ്പോൾ ഇത്രമാത്രം തരം താഴാമോ അല്ലെങ്കിൽ ഇത്രമാത്രം അവർക്ക് അധപതനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സരിൻ എന്നൊരൊറ്റ ചോദ്യത്തിൽ നിന്ന് അതൊക്കെ സംഭവ്യമാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതൊക്കെയാണെങ്കിലും പി സരിൻ ഇന്ന് പിണറായി വിജയന് അത്ര പ്രിയപ്പെട്ടവനൊന്നുമല്ല എന്ന വസ്തുതയും നമ്മൾ മറന്നു പോകരുത്. 2025 ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയ പി സരിനെ 2026 ആ മണ്ഡലത്തിൽ പരാജയം ഉറപ്പായ ആ മണ്ഡലത്തിൽ 3ാം സ്ഥാനം ഉറപ്പായ ആ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി പരിഗണിക്കുവാൻ പിണറായി പോലും തയ്യാറായിട്ടില്ല. എന്നിരുന്നാലും മറ്റാരുമില്ലാത്ത സാഹചര്യത്തിൽ AKG സെൻറ്ററിൻ്റെ അടുക്കളപ്പുറത്തിരുന്നു കൊണ്ട് VD സതീശന് നേരെ നോക്കിക്കുരയ്ക്കുന്ന ഒരു പേപ്പട്ടിയെ പോലെയോ വാലാട്ടിപ്പട്ടിയെ പോലെയോ CPM തുടലിട്ട് വളർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് സരിൻ എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പി സരിൻ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല. മറ്റൊരു കോൺഗ്രസ് നേതാവ്, ഒരു വനിതാ നേതാവ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM പാളയത്തിലെത്തി എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സരിൻ്റെ അഭിമാനബോധം കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് സരിൻ ഇത്തരത്തിൽ തെറി പറഞ്ഞ് സായുജ്യമടയുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാഹിദ കമാലിനെ പോലെ നാണവും മാനവും കെട്ട് തിരിച്ചു കോൺഗ്രസിലേക്ക് പോകുവാൻ സരിൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഏറെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയെങ്കിലും വ്യക്തിത്വം ഈ മനുഷ്യനിൽ അവശേഷിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഈ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സരിന് തൻ്റെ മോഹഭംഗം മറച്ചുവെക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ നിരന്തരമായി യാതൊരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നതും ജനങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും അപഹാസ്യനായി മാറുന്നതും. എന്നാൽ ഇതൊന്നും തിരിച്ചറിയുവാനുള്ള സവിശേഷ ബുദ്ധി ഇല്ലാത്തതിനാൽ തന്നെ സരിന് പറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാളയമാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എന്നാൽ അവർ അവിടെ എത്ര നാൾ ഇയാളെ വെച്ചു പൊറിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിലും എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഏതൊക്കെയാണെങ്കിലും VD സതീശനെതിരായിട്ടുള്ള ആക്ഷേപ പരാമർശം പി സരിന് എങ്ങനെ വിനയായി എന്ന വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി വിലയിരുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.